ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. നിർമ്മിത ബുദ്ധിയുടെ കരുത്തിൽ നവഭാരതം. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ മാറ്റങ്ങൾക്കാണ് ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ശിലകളിൽ നിന്ന് ലോഹങ്ങളിലേക്കും ഉത്തോലകങ്ങളിൽ നിന്നും യന്ത്ര സംവിധാനങ്ങളിലേക്കും കമ്പ്യൂട്ടറുകളിൽ നിന്നും ഇന്റർനെറ്റിലേക്കും പടർന്നുകയറിയ മനുഷ്യന്റെ ബുദ്ധിശക്തി ഇന്ന് സമാനതകളില്ലാത്ത മറ്റൊരു തലത്തിലെത്തിയിരിക്കുന്നു. നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ വിജ്ഞാന വിനിമയത്തിന്റെ പുതിയ ഭാവം. ഇത് സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ അടുത്തിടെ സമാപിച്ച ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി വെറുമൊരു സാങ്കേതിക സംഗമമായിരുന്നില്ല, മറിച്ച് ഭാരതത്തിന്റെ ഭാവി ഭാഗധേയങ്ങൾ നിർണ്ണയിക്കുന്ന ചരിത്ര മുഹൂർത്തമായിരുന്നു. ലോകം മുഴുവൻ ഇന്ന് ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. നമ്മുടെ ജനസംഖ്യയും വൈവിധ്യമാർന്ന ഡേറ്റാ സ്രോതസ്സുകളും നിർമ്മിത ബുദ്ധി എന്ന സാങ്കേതിക വിദ്യയ്ക്ക് വളരാൻ പറ്റിയ ഏറ്റവും വലിയ പരീക്ഷണശാലയായി ഭാരതത്തെ മാറ്റിയിരിക്കുന്നു. എല്ലാവരുടെയും ക്ഷേമം, എല്ലാവരുടെയും സന്തോഷം എന്ന പ്രമേയത്തിൽ 2026 ഫെബ്രുവരി 16 മുതൽ 21 വരെ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ നടന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി വരും ദശകങ്ങളിൽ ഇന്ത്യ എങ്ങനെ ഈ സാങ്കേതിക വിദ്യയെ നയിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രതിരോധം തുടങ്ങിയ സമസ്ത മേഖലകളിലും നിർമ്മിത ബുദ്ധി കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ അനന്തമാണ്. സാധാരണക്കാരൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഈ യന്ത്രബുദ്ധി വളരെയധികം സ്വാധീനം ചെലുത്തുമെന്നതും തീർച്ചയാണ്. 21ാം നൂറ്റാണ്ടിലെ AI അധിഷ്ഠിത ലോകത്ത് ഇന്ത്യയുടെ മാനവ ദർശനം മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായുള്ള സുപ്രധാന വഴിത്തിരിവായി മാറുമെന്ന് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ദശകങ്ങൾക്ക് മുൻപ് ഇന്റർനെറ്റ് ആരംഭിച്ചപ്പോൾ അത് സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ച് ആർക്കും നിശ്ചയമുണ്ടായിരുന്നില്ലെന്നും ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സത്യമെന്നും അദ്ദേഹം പറഞ്ഞു. साथियों, आज न्यू दिल्ली AI इम्पैक्ट समिट में मैं AI के लिए MANAV मानव विजन प्रस्तुत करता हूं. मानव का अर्थ होता है ह्यूमन. भारत का ये मानव विजन 21वीं सदी की AI आधारित दुनिया में मानवता के कल्याण की अहम कड़ी बनेगा. साथियों, दशकों पहले जब इंटरनेट की शुरुआत हुई तो कोई सोच भी नहीं पाता था कि इससे कितनी जॉब्स बनेगी. यही बात AI में है. आज कल्पना करना मुश्किल है कि आने वाले समय इस फील्ड में किस तरह की जॉब पैदा होगी. AI का फ्यूचर ऑफ वर्क प्री डिफाइंड नहीं है. ये हमारे निर्णय पर, हमारे कोर्स ऑफ एक्शन पर निर्भर होगा. वी आर एंटरिंग एन एरा वेयर ह्यूमंस एंड इंटेलिजेंट सिस्टम्स co-create, co-work and co-evolve. ഇന്ത്യ നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ ഇന്ന് ലോകത്തിന് മാതൃകയാകുന്ന നിർമ്മാതാക്കളായി മാറുകയാണ്. ഡേറ്റാ സെന്ററുകൾക്കും ചിപ്പ് നിർമ്മാണത്തിനും നമ്മുടെ രാജ്യം നൽകുന്ന മുൻഗണന നിർമ്മിത ബുദ്ധി മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ഉത്തേജനം നൽകുമെന്നും സുരക്ഷിതവും വിശ്വസനീയവുമായ ഒരു ഡിജിറ്റൽ സംവിധാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രി അശ്വനി വൈഷ്ണവ് വ്യക്തമാക്കി. We are building our AI ecosystem. Stanford University AI Index places India among the leading countries in AI adoption, AI talent, and AI diffusion. But we are also conscious of the challenges which are facing our IT industry. And to mitigate it, we are working with the industry and academia to upskill, reskill, and to build a new talent pipeline for this new intelligence age. While we harness the benefits of AI, we must also find collective solutions for mitigating the risks. By placing human safety and dignity at the heart of AI, we can move forward with conviction. Together, through this summit
and through all the collective efforts and through the vision of our Honorable Prime Minister, let us shape an AI future of the humans, by the humans and for the humans. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ലോകമെമ്പാടുമുള്ള പ്രമുഖ വ്യക്തികളും സമ്മേളിച്ച ഈ ഉച്ചകോടി AI ലോകത്തെ അതികായന്മാരുടെ രംഗഭൂമിയായി മാറി. ഉച്ചകോടിയിൽ യുവതലമുറയുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. സാങ്കേതികവിദ്യയെ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വിവിധ രംഗങ്ങളിൽ വരുത്താവുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഉച്ചകോടിയിൽ നടന്ന ചർച്ചകൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണെന്നും ഉച്ചകോടിയിൽ പങ്കെടുത്ത കേരളത്തിലെ iHub റോബോട്ടിക്സ് സ്ഥാപകനും സിഇഒയുമായ ആദിൽ കൃഷ്ണ പറഞ്ഞു. നമ്മൾ ഈ പ്രാവശ്യം ഇന്ത്യൻ AI ഇമ്പാക്ട് സബ്മിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതുപോലെ നമ്മുടെ ജനറേഷൻ 2 റോബോട്ട് അവിടെ വെച്ചിട്ട് ലോഞ്ച് ചെയ്യുകയുണ്ടായി. ദക്ഷ ജനറേഷൻ 2 എന്ന് പറയുന്ന റോബോട്ടാണ് ലോഞ്ച് ചെയ്തത്. ഈ ദക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന റോബോട്ടാണ്. നമ്മൾ 71% ഇൻഡിജിനസ് ഡെവലപ്മെന്റ് നമുക്ക് അതിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ നമുക്ക് AI ഇമ്പാക്ട് സബ്മിറ്റിൽ വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു. ലൈക്ക് നമുക്ക് ഒരുപാട് ഗവൺമെന്റ് സപ്പോർട്ടുകൾ കിട്ടാനുള്ള ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിക്സ് കൺട്രീസിലേക്കുള്ള എക്സ്പാൻഷൻ പ്ലാൻ നമ്മളിപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ മാർച്ചോട് കൂടിയിട്ട് നമ്മുടെ ജിഗാ ഫാക്ടറി കളമശ്ശേരിയിൽ iHub റോബോട്ടിക്സിന്റെ ജിഗാ ഫാക്ടറി ആക്റ്റീവ് ആവുകയാണ്. ഏകദേശം 200 റിസർച്ചേഴ്സിന് അറ്റ് എ ടൈം റിസർച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതും അതുപോലെ തന്നെ മന്ത്ലി 300 റോബോട്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളതാണ് നമ്മുടെ iHub റോബോട്ടിക്സിന്റെ പുതിയതായിട്ട് വരുന്ന ജിഗാ ഫാക്ടറി. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നമ്മൾ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന VLA വിഷ്വൽ ലാംഗ്വേജ് ആക്ഷൻ മോഡൽ എന്ന് പറയുന്ന നമ്മുടെ വിവേക ഡിസിഷൻ കോർ ഓർക്കസ്ട്രേഷൻ സിസ്റ്റമാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ സ്ക്രാച്ചിൽ നിന്ന് ട്രെയിൻ ചെയ്തെടുക്കുന്ന മോഡലാണ്. അടുത്ത 2-3 വർഷം കൊണ്ടിട്ട് ഇന്ത്യയിൽ നിന്നും നമുക്ക് ഏറ്റവും 10,000 റോബോട്ട്സിനെ ഡെവലപ്പ് ചെയ്ത് മറ്റുള്ള മൾട്ടിപ്പിൾ രാജ്യങ്ങളിൽ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. സാങ്കേതികവിദ്യ മനുഷ്യനെ കീഴടക്കുമെന്ന ഭയമല്ല, മറിച്ച് മനുഷ്യന്റെ കഴിവുകളെ അത് 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന പ്രത്യാശയാണ് ഡൽഹി ഉച്ചകോടി നമുക്ക് നൽകുന്നത്. നിർമ്മിത ബുദ്ധി ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിനുള്ള ശക്തമായ ഒരു ആയുധമാണ്. ഭിന്നശേഷിയുള്ളവർക്ക് ലോകവുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന അത്യാധുനിക ഉപകരണങ്ങൾ മുതൽ ഭാഷാഭേദമില്ലാതെ ഒരു കർഷകന് തൻ്റെ വിളകളെക്കുറിച്ചുള്ള ഉപദേശം തേടാനും ഉൾനാടൻ ഗ്രാമങ്ങളിലെ രോഗികൾക്ക് വിദഗ്ധ ചികിത്സാ നിർദ്ദേശങ്ങൾ ലഭ്യമാക്കാനും വരെ നിർമ്മിത ബുദ്ധിക്ക് സാധിക്കുമെന്നത് ഈ സാങ്കേതികവിദ്യയുടെ മാനവിക മുഖമാണ് വെളിപ്പെടുത്തുന്നതെന്ന് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോമിൻ ടോമി അഭിപ്രായപ്പെട്ടു. AI-യെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ചർച്ചയെ ഒരു പുതിയ ദിശയിലേക്ക് കൊണ്ടുപോയ സമ്മേളനമായിട്ട് വേണം നമ്മൾ ഇന്ത്യ AI ഇമ്പാക്ട് സബ്മിറ്റിനെ കാണാനായിട്ട്. സാധാരണയായിട്ട് നമ്മൾ AI-യെക്കുറിച്ച് കേൾക്കുമ്പം വളരെ വലിയ നിക്ഷേപങ്ങളെക്കുറിച്ചും ടെക് കമ്പനികളുടെ ഒരു വലിയ മത്സരം, ആഗോള മത്സരത്തെക്കുറിച്ചുമാണ് കേൾക്കുന്നത്. പക്ഷേ ഈ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് AI-യെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സാമൂഹിക ശാക്തീകരണത്തിനും പൊതുജനങ്ങളുടെ പ്രയോജനത്തിനും എങ്ങനെ ഉപയോഗിക്കാം എന്നതിൽ വലിയ ശ്രദ്ധ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമ്മേളനത്തിന് പ്രധാനമായിട്ടും 7 തീമുകളാണ് ഉണ്ടായിരുന്നത്. 7 ചക്രാസ് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അതിൽ പ്രത്യേകം ശ്രദ്ധ നേടിയ ഒരു തീമാണ് ഇൻക്ലൂഷൻ ഫോർ സോഷ്യൽ എംപവർമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സാമൂഹിക ശാക്തീകരണം. ഇതൊരു സൈഡ് വിഷയമായില്ല. മറ്റെല്ലാ ചർച്ചകളിലും നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ സൈഡ് വിഷയമായിട്ട് മാത്രം ചർച്ച ചെയ്യും. എന്നാൽ ഇവിടെ അതൊരു മുഖ്യ നയചർച്ചയുടെ ഭാഗമായി. ഇതിൽ നമ്മൾ ഇതെന്തുകൊണ്ട് മുഖ്യ നയചർച്ചയുടെ ഭാഗമായി എന്നത് മാത്രമല്ല, പല ഉദാഹരണങ്ങൾ ഇതിന് പറയാൻ പറ്റും. അതിലൊരു വലിയ ഉദാഹരണമാണ്, ശ്രദ്ധേയമായ ഒരു ഉദാഹരണമാണ് ടാറ്റ പവലിയനിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അവതരിപ്പിച്ച AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ബ്രിജിറ്റൽ ലൂം. അതായത് നമ്മൾ ഈ പരമ്പരാഗത കരകൗശല തൊഴിലാളികളെ മാറ്റി സ്ഥാപിക്കാതെ മറിച്ച് അവരുടെ ഡിസൈൻ പ്രവർത്തനം വേഗത്തിലാക്കാൻ, സങ്കീർണമായ പാറ്റേണുകൾ കൂടുതൽ എളുപ്പത്തിൽ സൃഷ്ടിക്കാനുള്ള സഹായ സാങ്കേതിക വിദ്യയാണ് അവിടെ അവതരിപ്പിച്ചത്. ഈ പവലിയനിൽ തന്നെ കണ്ട വേറൊരു ഉദാഹരണമായിരുന്നു ഈ ഗ്രാമീണ ആരോഗ്യ സേവനങ്ങൾക്കായിട്ടുള്ള റിയൽ ടൈം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പബ്ലിക് ഹെൽത്ത് കമാൻഡ് സെൻറ്റർ. അതായത് നമ്മൾ ഇന്ത്യയുടെ AI-യെക്കുറിച്ച് പറയുമ്പം അത് ഒരു ഇന്നോവേഷൻ മാത്രമായിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടല്ല അത് ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കഥയായിട്ടല്ല അത് ബിൽഡ് ചെയ്ത്, അതിനുള്ളിലൊരു ഇൻക്ലൂഷനും കൂടെ ഒരുമിച്ച് നടക്കുമെന്നുള്ള വ്യക്തമായ സന്ദേശം നമുക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ സ്വാധീനിച്ച മറ്റൊരു കാര്യം എന്നാന്ന് വെച്ചാൽ സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള 6 AI ഇമ്പാക്റ്റ് കേസ് സ്റ്റഡീസാണ്. അതായത് ആരോഗ്യം, കൃഷി, വിദ്യാഭ്യാസം, ഊർജം, ലിംഗശാക്തീകരണം, പ്രാപ്യത, ഇവയെല്ലാം കൂടെ ചേർന്ന് ഏകദേശം ഒരു 170-ൽ കൂടുതൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള, വർക്കിംഗ് ആയിട്ടുള്ള, സ്കെയിലബിൾ ആയിട്ടുള്ള പരിഹാരങ്ങൾ
സൊല്യൂഷൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇന്ന് നമ്മൾ ആശയങ്ങളിൽ മാത്രമല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല മാതൃകകൾ എഐയിലുണ്ടെന്നാണ് നമ്മൾക്ക് കാണിക്കാൻ കഴിയുന്നുണ്ട്. നിർമ്മിത ബുദ്ധി മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ അതുയർത്തുന്ന ധാർമ്മിക വെല്ലുവിളികൾ ഏറെ ഗൗരവകരമാണ്. ഈ സാങ്കേതിക വിദ്യയുടെ സുതാര്യതയും ഉത്തരവാദിത്വവുമാണ് ഏറ്റവും പ്രധാനം. നിർമ്മിത ബുദ്ധി സംവിധാനം എങ്ങനെയാണ് ഒരു തീരുമാനമെടുത്തത് എന്ന് വിശദീകരിക്കാൻ അതിന് സാധിക്കണം. മാത്രമല്ല, ഡേറ്റ ശേഖരിക്കുമ്പോഴും അത് വിശകലനം ചെയ്യുമ്പോഴും വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മനുഷ്യന്റെ നിയന്ത്രണത്തിന് വിധേയമായ സുരക്ഷിതവും നീതിയുക്തവുമായ നിർമ്മിത ബുദ്ധി സംസ്കാരം വളർത്തിയെടുക്കുക എന്നത് ആധുനിക ലോകത്തിന്റെ വലിയ ഉത്തരവാദിത്തമാണെന്നും നാം വിസ്മരിക്കരുത്. എത്തിക്കൽ AI വിദഗ്ധനായ ബിനീഷ് മൗലാന പറയുന്നത് ശ്രദ്ധിക്കാം. AI ഇന്ന് സർവ്വസാധാരണമായി യൂസ് ചെയ്യുമ്പോഴും എത്തിക്സ് എന്ന ഭാഗം, ധാർമ്മികത, ഇത് എത്രത്തോളം AI സിസ്റ്റംസ് അഡോപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ AI സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്, അതിനൊരു ചട്ടക്കൂടുണ്ടാവണം. ഈ ഫ്രെയിം വർക്കാണ് ശരിക്കും ഇന്നത്തെ AI സിസ്റ്റത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ഇന്ത്യ AI സമ്മിറ്റ് ഇപ്പോൾ നടന്നപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി AI എത്തിക്സിലേക്ക് 2 ചുവടുവെപ്പുകൾ നമ്മൾ നടത്തി. മാനവ് വിഷൻ, അതുപോലെ തന്നെ ന്യൂഡൽഹി ഡിക്ലറേഷൻ ഓൺ AI ഇമ്പാക്റ്റ്. ഈ ഡിക്ലറേഷനിൽ നമ്മൾ പറയുന്നു AIയുടെ ഓവറോൾ യൂസേജ് മനുഷ്യരാശിക്ക് തന്നെ ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള ആയിരിക്കണം. അത് പ്രൊപ്രൈറ്ററി അല്ലെങ്കിൽ ബൗണ്ടഡ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി എന്താണ് AIയുടെ എത്തിക്കൽ ഇമ്പാക്റ്റ്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഏത് രീതിയിലാണ് AI ഇതിനെ ബാധിക്കുന്നത്? നമ്മൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ഫോട്ടോയോ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻ, ഫോൺ നമ്പർ അല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ, ഇതൊന്നും തന്നെ പബ്ലിക് ഡൊമെയിനിൽ ഷെയർ ചെയ്യുക. ഈ ഡേറ്റ പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടാം അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെടാം. ഇവിടെയാണ് എത്തിക്കൽ ഫ്രെയിം വർക്കുകളുടെ ആവശ്യകത വളരെയധികം ഉയർന്നു വരുന്നത്. ഇന്ന് കാണുന്ന ഏതൊരു AI സിസ്റ്റത്തിനും മാനവ് പോലെയുള്ള ഫ്രെയിം വർക്കുകളിലൂടെ പോകുമ്പോൾ അതാത് ചട്ടക്കൂടുകളിൽ നിന്ന് പ്രവർത്തിക്കാനും, അതുപോലെ തന്നെ ട്രേസബിലിറ്റി, ആര് എന്ത് ചെയ്തു, ഇതിൻ്റെ എല്ലാം ഒറിജിൻ എവിടെ നിന്നാണെന്ന് ട്രാക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ആക്സസിബിളായിട്ട് വർക്ക് ചെയ്യാനുമുള്ള എത്തിക്കൽ ഫ്രെയിം വർക്കിൻ്റെ ആവശ്യകത ഇന്ന് AIയുടെ അതിപ്രസരം ഉണ്ടാകുന്ന ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ്. കൃഷി, ആരോഗ്യം, ഭാഷാ സാങ്കേതിക വിദ്യ, ഭരണനിർവഹണം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഉച്ചകോടി 91 രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും ഒപ്പുവെച്ച സംയുക്ത പ്രഖ്യാപനത്തോടെയാണ് സമാപിച്ചത്. നിർമ്മിത ബുദ്ധി സുരക്ഷിതവും വിശ്വസനീയവും എല്ലാവർക്കും പ്രാപ്യവുമാകണം എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ ന്യൂഡൽഹി പ്രഖ്യാപനം ആഗോളതലത്തിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ വികാസത്തിന് ഒരു പൊതുവായ ചട്ടക്കൂട് രൂപീകരിക്കാൻ സഹായകമാകും. മാറ്റങ്ങളെ ഭയപ്പെടാതെ അവയെ കരുതലോടെ നെഞ്ചേറ്റുന്ന ഒരു നവഭാരതത്തിന്റെ ഉദയത്തിനാണ് ഈ ഉച്ചകോടി സാക്ഷ്യം വഹിച്ചത്. സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനൊപ്പം ലോകത്തിന് തന്നെ വഴിവിളക്കാകാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യയുടെ അടുത്ത ഘട്ടം നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായിരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. യന്ത്രങ്ങളുടെ വേഗതയും മനുഷ്യന്റെ വിവേകവും കൈകോർക്കുന്ന സുന്ദരമായ നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. വിവേകപൂർണമായ ഉപയോഗവും കൃത്യമായ നയരൂപീകരണവും സാധ്യമാകുമ്പോൾ നിർമ്മിത ബുദ്ധി ഭാരതത്തിന്റെ ഭാവിയെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമിജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.